നമസ്കാരം. വീണ്ടും വില്ലനായി ശംഖുവരയൻ. തൃശൂർ വാണിയമ്പാറയിൽ 2.5 വയസ്സുകാരന് പാമ്പുകടിയേറ്റു. കൊമ്പഴ മാളിയക്കൽ വീട്ടിൽ ശ്യാം പീറ്ററിന്റെ മകൻ ആദം എന്ന കുട്ടിക്കാണ് പാമ്പുകടിയേറ്റത്. വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് പാമ്പിന്റെ കടിയേറ്റത്. ശംഖുവരയൻ പാമ്പാണ് കടിച്ചത്. കുട്ടിയെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അപ്പോൾ നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് 11 പേർ ചികിത്സയിലെന്ന കളക്ടർ. 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. 2 പേർ വെന്റിലേറ്ററിൽ. വെടിക്കെട്ട് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷവും SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപയും നൽകാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. ഇരിങ്ങാലക്കുട ചന്തക്കുന്നിൽ വസ്ത്രശാലയിൽ വൻ തീപിടുത്തം. ബിഷപ്പ് ഹൌസിന്റെ എതിർവശത്തായി പ്രവർത്തിക്കുന്ന സ്മിത സിൽക്സ് എന്ന വസ്ത്ര വിപണനശാലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഷോപ്പ് പൂർണ്ണമായും കത്തിനശിച്ചു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് 11 പേർ ചികിത്സയിലെന്ന കളക്ടർ. 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. 2 പേർ വെന്റിലേറ്ററിലാണുള്ളത്. 6 പേരുടെ നില തൃപ്തികരമാണെന്നും 3 മൃതദേഹങ്ങൾ വിട്ടുനൽകിയതായും കളക്ടർ അറിയിച്ചു. 5 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞെങ്കിലും 2 പേരുടെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. ഈ 2 മൃതദേഹത്തിന്റെ DNA പരിശോധന നടത്തുമെന്നും കളക്ടർ പറഞ്ഞു. ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പാലക്കാട്, എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്. ആകെ 14 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ 2 പേർ ഡിസ്ചാർജായെന്നും ഒരാൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറിയെന്നും കളക്ടർ മാധ്യമങ്ങളോട് വിശദമാക്കി. കൊളത്തൂർ സ്വദേശി സുബ്രഹ്മണ്യന്റെ മൃതദേഹമാണ് സംശയമുള്ളതിൽ ഒന്ന്. സുബ്രഹ്മണ്യന്റെ സഹോദരൻ മൃതദേഹം തിരിച്ചറിഞ്ഞു. ഇത് വിഷ്ണു എന്നയാളുടെ മൃതദേഹമാണെന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ ബന്ധുവും വന്നു. ഈ സാഹചര്യത്തിൽ DNA പരിശോധന നടത്താനാണ് തീരുമാനം. മീഡിയ ടൈം, തൃശൂർ. വെടിക്കെട്ട് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷവും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപയും നൽകാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. ഇതിനു പുറമെ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദനീയമായ തുക ചികിത്സാ ധനസഹായമായി നൽകും. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുകയും അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി അനുവദിക്കും. പരിക്കേറ്റവർക്ക് 6 മാസത്തേക്കുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. ഇതിനാവശ്യമായ തുക ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. ഇതിനു പുറമെ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദനീയമായ തുക ചികിത്സാ ധനസഹായമായി നൽകും. 6 മാസത്തിൽ അധികമായി ചികിത്സ വേണ്ടിവന്നാൽ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ ചെലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. തിരച്ചിലും രക്ഷാപ്രവർത്തനവും സുഗമമാക്കുന്നതിനായി പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ മതിൽ പൊളിക്കുകയും വയൽ നികത്തുകയും ചെയ്തിട്ടുണ്ട്. അവ പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിന് ചെലവാകുന്ന യഥാർത്ഥ തുക ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദിക്കും. ദുരന്തവുമായി ബന്ധപ്പെട്ട് മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതിനും DNA മാച്ചിങ്ങിനായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുമായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറപ്പെടുവിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നൽകി. അടിയന്തര പ്രതികരണത്തിനായി 50 ലക്ഷം രൂപ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ചൊവ്വാഴ്ച അനുവദിച്ച നടപടി സാധൂകരിച്ചു. ദുരന്ത പ്രതികരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചെലവുകൾ ഈ തുകയിൽ നിന്നും ചെലവഴിക്കാൻ ജില്ലാ കളക്ടർക്ക് അനുമതി നൽകി. സ്ഫോടനം കാരണം സമീപ വീടുകൾക്കുണ്ടായ നാശനഷ്ടത്തിന്റെ തോത് കണക്കാക്കി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിച്ച് SDRF-ൽ നിന്നും തുക ലഭ്യമാക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. അപകടത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് അന്വേഷണത്തിന്റെ ചുമതല. സ്ഫോടനത്തിൽ 13 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 9 മൃതദേഹങ്ങളാണ് ഇതുവരെ മോർച്ചറിയിലെത്തിയത്. അതിൽ 7 എണ്ണം തിരിച്ചറിഞ്ഞു. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 13 പേർ മരിച്ച പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ആർഭാടങ്ങളില്ലാതെ നടത്താൻ ആലോചന. പൂരത്തിന് വെടിക്കെട്ട് ഒഴിവാക്കാനും ആലോചനയുണ്ട്. സർക്കാരുകൾ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ദേവസ്വം. തൃശൂർ പൂരം വെടിക്കെട്ടിന്റെ കാര്യത്തിൽ സർക്കാർ തീരുമാനം കാക്കുകയാണ്.
തിരുവമ്പാടി ദേവസ്വം. തുടർ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരുമാനിക്കട്ടെ എന്ന നിലപാടാകും ദേവസ്വം കൈക്കൊള്ളുക. പാറമേക്കാവുമായും ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ നടത്തും. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അക്കാര്യത്തിൽ ദേവസ്വങ്ങൾ കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കും. മരിച്ചവരുടെ സംസ്കാരത്തിനും സഹായം എത്തിക്കുന്നതിനും മുൻഗണന നൽകുമെന്ന് ദേവസ്വം വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇരിങ്ങാലക്കുട ചന്തക്കുന്നിൽ വസ്ത്രശാലയിൽ വൻ തീപിടുത്തം. ബിഷപ്പ് ഹൌസിന് എതിർവശത്തായി പ്രവർത്തിക്കുന്ന സ്മിത സിൽക്സ് എന്ന വസ്ത്രവിപണനശാലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഷോപ്പ് പൂർണ്ണമായും കത്തിനശിച്ചു. ചൊവ്വാഴ്ച അർദ്ധരാത്രിയാണ് അപകടം നടന്നത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഷോപ്പ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തു തന്നെ ഉദ്ഘാടനവും നിശ്ചയിച്ചിരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി തീപിടുത്തമുണ്ടായത്. 3 അഗ്നിരക്ഷാസേനയുടെ വാഹനങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത്. ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പുത്തഞ്ചിറ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ 150-ാം ജനന തിരുനാളിന് കൊടിയേറി. KCYM-ന്റെ നേതൃത്വത്തിൽ നടന്ന വാഹന വിളംബര റാലി വികാരി ഫാദർ ബിനോയ് പോഴോലിപ്പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ അലൻ തെക്കുംപുറം, തിരുനാൾ ജനറൽ കൺവീനർ ജോപ്പി മങ്കിടിയാൻ, എഡ്വിൻ താഴത്തുപുറം എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കുടിക്കാട്ടുശ്ശേരി കബറിട ദേവാലയത്തിൽ നിന്നും പുത്തഞ്ചിറ ഫൊറോന ദേവാലയത്തിലേക്ക് നടന്ന ദീപശിഖ പദയാത്ര വിശുദ്ധ മറിയം ത്രേസ്യ തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോൺ കവലക്കാട്ട്, പ്രൊമോട്ടർ ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്ട് എന്നിവർ ദീപശിഖ പദയാത്ര കൺവീനർ MJ ജോസിന് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ നിഖിൽ ചിറയത്ത്, കൈക്കാരന്മാരായ ഡേവിസ് അമ്പുക്കൻ, ആൻഡ്രു മൂഴിക്കുളം, ഡേവിസ് പട്ടത്ത് എന്നിവരും നേതൃത്വം നൽകി. ദീപശിഖ പുത്തഞ്ചിറ ഫൊറോന ദേവാലയത്തിൽ എത്തിയതിനു ശേഷം നടന്ന തിരുനാൾ കൊടിയേറ്റം, ദിവ്യബലി എന്നിവയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത മുഖ്യവികാരി ജോസ് മാളിയക്കൽ കാർമ്മികത്വം വഹിച്ചു. ലതീഞ്ഞ് നൊവേന, പ്രദക്ഷിണം എന്നിവയ്ക്ക് ഫാദർ ജോമിൻ ചെരടായി കാർമ്മികത്വം വഹിച്ചു. ഏപ്രിൽ 26 ഞായറാഴ്ചയാണ് വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ സിനിമ ചിത്രീകരണത്തിനെത്തിയ സംഘത്തിലെ ക്യാമറ അസിസ്റ്റന്റിനെ താമസിച്ചിരുന്ന വീടിന്റെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം ചടങ്ങരംകുളം സ്വദേശി 51 വയസ്സുള്ള കല്ലൂർ ജാഫറാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രിയിൽ ലോകമലേശ്വരത്ത് സംഘം വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലായിരുന്നു സംഭവം. കുഞ്ചാക്കോ ബോബൻ നായകനായ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് സംഘം എത്തിയിരുന്നത്. എറിയാട് KVHS സ്കൂളിന് സമീപത്തെ വീട്ടിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് വാടക വീട്ടിൽ തിരിച്ചെത്തിയതായിരുന്നു സംഘം. ശുചിമുറിയിൽ പോയ ജാഫറിനെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് നിലത്ത് വീണുകിടന്ന നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് 11 പേർ ചികിത്സയിലെന്ന കളക്ടർ. 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. 2 പേർ വെന്റിലേറ്ററിൽ. വെടിക്കെട്ട് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷവും SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപയും നൽകാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഇരിങ്ങാലക്കുട ചന്തക്കുന്നിൽ വസ്ത്രശാലയിൽ വൻ തീപിടുത്തം. ബിഷപ്പ് ഹൌസിന്റെ എതിർവശത്തായി പ്രവർത്തിക്കുന്ന സ്മിത സിൽക്സ് എന്ന വസ്ത്ര വിപണനശാലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഷോപ്പ് പൂർണ്ണമായും കത്തിനശിച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.